നമ്മുടെ മല്ലുവിനെ കാണാൻ ലെസ്റ്ററിൽ പോയപ്പോൾ നല്ല വിശപ്പ് ഓടി ചെന്ന് കയറി സെയ്ത്ത് ആൻഡ് സാത്തർ നമ്മുടെ പുതിയ റെസ്റ്റോറന്റിലേക്ക്. مرحبا بكم في زيت زعتر تفضل. ഏതോ ഒരു അറേബ്യൻ രാജ്യത്ത് പോയ ഫീലാണ് സെയ്ത്ത് ആൻഡ് സാത്തറിന്റെ അകത്ത് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. സൗദി ആണോ, ദുബായ് ആണോ, ഖത്തർ ആണോ, ബഹ്റൈൻ ആണോ, എന്തുട്ടാണ് അവന്റെ തലയിലേക്ക് അടിച്ചു കയറുന്നത് നോക്കിയിരുന്നപ്പോഴാണ് എന്റെ വയറ്റിലേക്ക് എന്തെങ്കിലും തള്ളി കയറുന്ന ഓർത്ത് വേഗം ഓടി ചെന്ന് നോക്കിയപ്പോൾ ഇരിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടാവുള്ളൂ. എവിടെ ചെന്ന് കയറണം എന്നാകെ കൺഫ്യൂഷൻ ആവും. മജ്ലിസ് വേണോ, നിലത്തിരിക്കണോ, എന്ത് പറയാനാണ് പിള്ളേരെ ആകെ കൺഫ്യൂഷൻ. ഓരോരോ പുരയ്ക്കും ഓരോരോ പേര്. അവസാനം പുരയിലൊക്കെ ഒന്നും പോകാതെ നമ്മളിത് വന്ന് കുത്തിയിരുന്ന ഒരു ബെഞ്ചിൽ. അറബ് നാട്ടിലെ ഫുഡ് കഴിക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും അവർ സ്വീകരിക്കുന്നത്, അതേപോലെയാണ് നമുക്ക് കിട്ടിയ സ്വീകരണം. സൗദിനെ കണ്ട് അകത്ത് കയറി വന്നു നോക്കിയപ്പോഴാണ് നിൽക്കുന്നത് നീല കുപ്പായോട്ട് നമ്മുടെ ജിംബ്രൂട്ടെ. നോർത്ത് ഇന്ത്യയിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ പോകുമ്പോൾ ഈ പുകയൊക്കെ കണ്ടിട്ട് അതേപോലെ ഒരു പുകയുള്ള ഐറ്റം മച്ചാൻ കൊണ്ടുവരണ്ടിട്ടാ. ഇതിന്റെ പേര് ചോദിച്ചപ്പോഴാണ് ഞെട്ടിയത്. ഒന്നുമല്ല, നമ്മുടെ ഫഹസ. സൗദിയിൽ വെച്ചാണ് ഈ ചെങ്ങായിനെ ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്നിട്ടാ. ആ മൊഞ്ചും ആ ഫീലും എന്തിനു വേണ്ട അതേ ടേസ്റ്റ്. പെണ്ണുമുള്ള എപ്പോഴും പറയാനുള്ള ഒരു ഐറ്റം ഉണ്ട്, നമ്മുടെ കുക്കർ കപ്സ. എല്ലാവരും പറയണ നമ്മുടെ മധുഹൂത്താണെന്നേ. മധുഹൂത്ത് ഒരു കിടിലൻ സാധനം മക്കളെ. വായിലെ വച്ച് നോക്കിയപ്പോഴാണ് ഞാൻ സൗദിയിലെത്തിയല്ലോ എന്നൊരു ഫീൽ വന്നത്. കുണുങ്ങണ കുനാഫയാണ് കേട്ടോ. കുനാഫ നമ്മുടെ മെയിൻ ഐറ്റാണ് കേട്ടോ. കുറച്ച് കഴിച്ചിട്ട് പൊരിഞ്ഞെടുത്ത് നമ്മുടെ പെണ്ണുമ്പിളക്ക് തൊണ്ട നനയ്ക്കാൻ വന്നു നമ്മുടെ സാധനം കിങ്സ് അങ്ങ് സൗദി അറേബ്യയിൽ നിന്നും പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതുപൊളി. നമ്മൾ എന്തായാലും വീണ്ടും പോണ്ട് സെയ്ത്ത് ആൻഡ് സാത്തറിലേക്ക്. നിങ്ങൾ പോയി കഴിച്ചാൽ ഈ സെന്റ് മാർക്കസ് ബസ് സ്റ്റേഷന് തൊട്ടടുത്ത് സെയ്ത്ത് ആൻഡ് സാത്തർ.